നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സ്വയം പോരാടാൻ കരുത്തുകൂട്ടുകയാണ് ഈ രാജ്യങ്ങൾ. ഇന്തോനേഷ്യ, തായ്ലൻഡ്, മലേഷ്യ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യൻ കരുത്തിൽ പിറന്ന ബ്രഹ്മോസ് സ്വന്തമാക്കാൻ തയ്യാറെടുക്കുന്നു. ചൈനയുടെ ആക്രമണ ഭീഷണി നേരിടുന്ന ഫിലിപ്പീൻസിന് ഇന്ത്യ മിസൈൽ നൽകി. ബ്രഹ്മോസിന് വേണ്ടി രാജ്യങ്ങൾ ക്യൂ നിൽക്കുന്നതോടെ ചൈനയ്ക്ക് കിളിപോയി നിൽക്കുകയാണ്. ആയുധക്കരുത്തിലും ഇന്ത്യ ശക്തരാകുന്നത് ചൈനയെ ചൊടിപ്പിക്കുന്നു. ബ്രഹ്മോസിന് പ്രിയം കൂടുന്നത് ഇന്ത്യക്ക് വലിയ നേട്ടവുമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ബ്രഹ്മോസിനെ കുറിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഇത് ബ്രഹ്മോസിന് വലിയ പ്രമോഷനാകുകയാണ്. പണ്ട് ആയുധ ഇറക്കുമതിയിൽ മുൻപന്തിയിലായിരുന്നു ഇന്ത്യ. എന്നാൽ ഇന്ന് ആയുധ നിർമ്മാണത്തിലും സ്വയം പര്യാപ്തരാകുകയാണ്. ആയുധ കയറ്റുമതിയിലും ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ആയുധ നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ തീരുമാനം. ആയുധ നിർമ്മാണത്തിൽ ഇന്ത്യ കരുത്തുകൂട്ടുന്നത് ചൈനയെയും പാകിസ്ഥാനെയും ചൊടിപ്പിക്കുന്നു. പാകിസ്ഥാൻ ഇപ്പോഴും ചൈനയുടെ സെക്കൻഡ് ഹാൻഡ് തുരുമ്പെടുത്ത ആയുധങ്ങളും മറ്റുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോഴാണ് ഇന്ത്യ കുതിക്കുന്നത്. ഏറെ പേടിയോടെയാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ ഈ നേട്ടങ്ങളെ നോക്കിക്കാണുന്നത്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച എഞ്ചിനുള്ള ദീർഘദൂര ക്രൂസ് മിസൈൽ പരീക്ഷണത്തിന്റെ വിജയം ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് ഒരു പൊൻതൂവൽ കൂടി സമ്മാനിച്ചിരിക്കുകയാണ്. ഇതിനു മുൻപ് റഷ്യയുടെ സഹകരണത്തോടെ വികസിപ്പിച്ച എഞ്ചിനുകളാണ് ക്രൂസ് മിസൈലുകളിൽ ഉപയോഗിച്ചിരുന്നത്. ഇതാദ്യമായാണ് പൂർണ്ണമായും ഇന്ത്യ വികസിപ്പിച്ച എഞ്ചിൻ ഉപയോഗിച്ചത്. മിസൈൽ മേഖലയിൽ പരാശ്രയം കൂടാതെ ഇന്ത്യക്ക് തനിയെ മുന്നേറാനാകുമെന്ന് തെളിയിക്കുന്നതുകൂടിയാണ് ഒഡീഷയിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്ന് തൊടുത്തുവിട്ട മിസൈലിന്റെ പരീക്ഷണ വിജയം. പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ബംഗളൂരുവിലെ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് വികസിപ്പിച്ചതാണ് എഞ്ചിൻ. പരീക്ഷണ വിജയം നേടിയ മിസൈലിന് 1000 കിലോമീറ്റർ റേഞ്ച് ഉണ്ടെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പ്രതിരോധ വകുപ്പ് പല കാരണങ്ങളാൽ വെളിപ്പെടുത്താറില്ല. റഷ്യയുടെ സാറ്റേൺ എഞ്ചിനുള്ള സബ്സോണിക് ക്രൂസ് മിസൈൽ ഗണത്തിലുള്ളതാണ് പുതിയ മിസൈൽ. റഷ്യൻ എഞ്ചിന് പകരം തദ്ദേശീയമായി നിർമ്മിച്ച മണിക്ടർ ബോഫാൻ എന്ന എഞ്ചിനാണ് പുതിയ പരീക്ഷണത്തിന് ഉപയോഗിച്ചത്. ഈ മിസൈൽ കരാർ പ്രകാരം മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കാൻ ഇന്ത്യക്ക് ഇനി ആരുടെയും അനുമതി ആവശ്യമില്ല. മിസൈൽ രംഗത്ത് കോടികൾ വരുമാനമുണ്ടാക്കാനുള്ള കച്ചവട സാധ്യത കൂടിയാണ് ഈ പരീക്ഷണ വിജയം തുറന്നിടുന്നത്. കടലിന് മീതെ താഴ്ന്നു പറന്ന് കൃത്യമായ പാതയിലൂടെ മിസൈൽ ലക്ഷ്യസ്ഥാനത്തെത്തിയതോടെയാണ് പരീക്ഷണം വിജയകരമായത്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കരയിലും കടലിലും നിന്ന് പ്രയോഗിക്കാവുന്ന 1000-1500 കിലോമീറ്റർ റേഞ്ചുള്ള ദീർഘദൂര മിസൈലിന്റെ മുന്നോടിയാണ് പുതിയ മിസൈൽ.